ഹലോ ഡിയേഴ്സ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. സോ ടുഡേ നമ്മൾ റീഡിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം, റീഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റീഡിങ്ങിനെ കുറിച്ച് തിയറി പറയുമ്പോൾ അതൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് വി ആർ നോട്ട് എക്സ്പീരിയൻസിങ് ഇറ്റ് റൈറ്റ് നൗ. നമ്മൾ റീഡിങ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. നമ്മൾ ലൈഫിൽ ഇതുവരെ വായിച്ചതും നമ്മൾ അറിഞ്ഞതുമായ ചില കാര്യങ്ങൾ ഒന്ന് പൊടി തട്ടിയെടുക്കാം. കുറച്ച് ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് റീഡിംഗ് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ലോകത്തുള്ള എല്ലാ ആളുകളും വായനക്കാരാണ്. നമ്മൾ കുറച്ചും കൂടി ഒരു വിശാലമായ അർത്ഥത്തിൽ അതിനെ അനലൈസ് ചെയ്താൽ നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ, എവറിത്തിങ് ദാറ്റ് വി ആർ എക്സ്ട്രാക്ടിങ് ഫ്രം അവർ ലൈഫ്, ഫ്രം അവർ ഫ്രം അവർ വ്യൂസ്, ഫ്രം അവർ പേഴ്സണൽ എക്സ്പീരിയൻസസ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ആളുകളും വായനക്കാരാണ്. ഇപ്പൊ നമുക്കറിയാം, ധാരാളം ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവർ ചിലപ്പോൾ പുസ്തകമൊന്നും വായിക്കാറുണ്ടാവില്ല. ബട്ട് അവർക്ക് ലൈഫിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചെടുത്തിട്ടുണ്ടാവും. അതും ഒരു ഒരു അൺനോൺ റീഡിംഗ് ആണ് സത്യത്തിൽ. എക്സ്പീരിയൻസിങ് ഡിഫറെന്റ് ഈവൻസ് ഓഫ് ലൈഫ് എന്നുള്ളതും സത്യത്തിൽ ഒരു റീഡിങ്ങിന്റെ ഒരു ആസ്പെക്ട് ആണ്. ദെൻ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഈ ഒരു ഈ ഒരു പ്രപഞ്ചം, ഈ ഒരു വലിയ പ്രപഞ്ചം, വിശാലമായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ കാണുക എന്നുള്ളത് തന്നെ ഒരു വലിയ വായനയാണ് സത്യത്തിൽ. ആ പ്രപഞ്ചത്തിലെ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളെയും കണ്ട് അനുഭവിക്കുക, ബ്യൂട്ടി, അതുപോലെ തന്നെ എന്തെല്ലാം ലോകത്തുണ്ടോ, എന്തെല്ലാം സട്ടിലായ കാര്യങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടാവും. അതിനെയൊക്കെ കണ്ടെത്തുക, അതിനെയൊക്കെ മനസ്സിലാക്കുക, എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പൊ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സത്യത്തിൽ നമുക്കറിയാം, അധിക ആളുകളും ഡീപ്പ് ഇൻ ടു ദ ഫോറസ്റ്റ് പോകാറില്ല, അല്ലെ? നമ്മൾ കാട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു പുറം ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയിലൊക്കെ പോയി വരുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഡീപ്പ് ഇൻ ടു ദ ഫോറസ്റ്റ് പോകുമ്പോഴാണ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനുള്ളത് മനസ്സിലാവുക. ദീസ് ഡേയ്സ് നമുക്കറിയാം, അങ്ങനെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഓരോ ആളുടെയും പാഷൻ അനുസരിച്ചുകൊണ്ട് ആളുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ലോകത്ത് ജീവിക്കുന്ന ഓരോ ആളുകളും അടിസ്ഥാനപരമായി അവർ വായനക്കാരാണ്. അവർ പുസ്തകം തുറന്ന് വായിക്കുന്നില്ലെങ്കിലും they are experiencing many things from their life. എനിവേ, ഇനി നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് ഒരു വായനക്കാരൻ അല്ലെങ്കിൽ എന്താണ് റീഡിംഗ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സോ ഐ തിങ്ക് യു ആർ ഓൾ ഇൻട്രസ്റ്റഡ് ടു ലിസൺ ദിസ് ക്ലാസ്. സോ ലെറ്റ്സ് കമൻസ്. വാട്ട് ഇസ് റീഡിംഗ്? റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും നന്നായിട്ട് വായിക്കുന്ന ആളുകളായിട്ട് മാറണം. ബിക്കോസ് റീഡിംഗ് ഇസ് എ പ്രോഗ്രസീവ് ഗ്രോത്ത്. റീഡിംഗ് നമ്മളെ നയിക്കുന്നത് ഒരു പ്രോഗ്രസീവ് ഗ്രോത്തിലേക്കാണ്. നമ്മൾ വായിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ നയിക്കുന്നത് എന്തിലേക്കാണ്? ഒരു പ്രോഗ്രസീവ് ഗ്രോത്തിലേക്കാണെന്നുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് റീഡിംഗ് താല്പര്യമില്ലാത്തത്. അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മെത്തഡാണ്, ഒരു ഹാബിറ്റാണ്, ഒരു കൾച്ചറാണ് റീഡിംഗ് എന്ന് മനസ്സിലാക്കിയത് അനുഭവിക്കുമ്പോഴാണ് സത്യത്തിൽ റീഡിംഗ് എന്താന്ന് മനസ്സിലാവുക. ഇനി നമ്മൾ റീഡിങ്ങിനെ അനലൈസ് ചെയ്താൽ, റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഇന്റലക്ച്വൽ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ നമ്മളെ പര്യാപ്തമാക്കുന്ന, നമ്മളെ എക്യുപ്ഡ് ആക്കുന്ന പ്രോസസ്സാണ് റീഡിംഗ്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ. നമ്മളെ റീഡിംഗ് വിൽ ഹെൽപ്പ് അസ് ഫോർ അവർ ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. It is an emotional process. It is a scientific process.
ഇറ്റ് ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോസസ്. ഓക്കെ, അത് ഇമോഷണൽ ആണ്, അത് സയന്റിഫിക് ആണ്, ഇന്റലക്ച്വൽ ആണ്. ഇങ്ങനെയൊക്കെ റീഡിങ്ങിനെ നമുക്ക് വിവിധ രൂപത്തിൽ നമുക്ക് റീഡിങ്ങിനെ വായിക്കാൻ പറ്റും, കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ഈ ബ്രെയിൻ, സീ ദാറ്റ് ദിസ് ഇസ് എ ജയന്റ് ഫയൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോട്ട് ചെയ്യാം, മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജയന്റ് ഫയൽ സിസ്റ്റം. നമുക്ക് എത്രയോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ സ്റ്റോറിംഗ് സിസ്റ്റമാണ് ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ജയന്റ് സ്റ്റോറിംഗ് സിസ്റ്റം. അത്രയും സ്റ്റോറിംഗ് സിസ്റ്റമാണ് ഇത്, ഈ ഒരു ഇന്റലക്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പക്ഷെ അതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇഫ് യു അനലൈസ് അവർ വൊക്കാബുലറി ഓർ വൊക്കാബ്സ്, നമ്മൾ പഠിച്ചെടുത്ത വൊക്കാബുലറി മാത്രം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കൂ, അത് എത്ര ഉണ്ടാവും? ഇപ്പോ അത് വളരെ കുറവായിരിക്കും. വി ആർ യൂസിങ് ഓൺലി സം വേർഡ്സ് ഇൻ അവർ ലൈഫ്. നമ്മൾ വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? പക്ഷേ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടെന്നൊരിക്കലും അങ്ങനത്തെ ഒരു സംഭവമില്ല. നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അത് സ്റ്റോർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, ഞാനതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രത്തോളമാണോ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത്, അതുപോലെ നമ്മൾ എത്രത്തോളം പ്രാവശ്യമാണോ നമ്മുടെ ഒരു വാക്കിനെ കണ്ടുമുട്ടുന്നത്, ഡെഫിനറ്റ്ലി വിൽ ഇന്റേണലൈസ് ദാറ്റ്. നമ്മളത് ഇന്റേണലൈസ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. ഇനി അപ്പോൾ ഇതൊരു സ്റ്റോർ ഹൗസ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഇനി ലാംഗ്വേജ് പഠിക്കാൻ, വായിക്കാൻ ആവശ്യമായ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലവ് വേർഡ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്കുകളെ സ്നേഹിക്കുക. ഓക്കെ, ദെൻ സ്നേഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വിൽ വി ഡു? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കാര്യം അന്വേഷിച്ച് പോകും, അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ എന്താ ചെയ്യുക? ആ ഫ്രൂട്ട് തേടി നമ്മൾ പോകും. നമുക്കൊരു പ്ലേസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പ്ലേസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ പോകും. ഓക്കെ, ഒരു ഫുഡ് ഐറ്റം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ എന്ത് ചെയ്യും? അത് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതിന്റെ ഡെലിഷ്യസ് വാട്ട് വി കോൾ അതിന്റെ ഒരു ടേസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ദൂരം പോയിട്ട് ചിലപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കും. അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് വൺ ലവ് വേർഡ്സ്, സെക്കൻഡ് വൺ സീക്ക് വേർഡ്സ് ആൻഡ് തേർഡ് വൺ സ്റ്റോർ വേർഡ്സ്. ഓക്കെ, ഈ 3 പ്രോസസ് നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ലവ് വേർഡ്സ്, വാക്കുകളെ സ്നേഹിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് സീക്ക് വേർഡ്സ്, വാക്കുകളെ തേടി കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് what we call സ്റ്റോർ വേർഡ്സ്, അതിനെ സ്റ്റോർ ചെയ്യുക. ഈ ഒരു ദിസ് ഇസ് എ സൈക്ലിക് പ്രോസസ്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്, ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം, യുനോ. അപ്പോ what we call I want to request you to learn. I am requesting you to read more. Okay, I am requesting you to explore more and I am requesting you to store more. Okay, നമ്മുടെ ഇന്റലക്റ്റിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ഇൻ ദ സെൻസ് നമുക്ക് എന്തെങ്കിലും സ്പൂണിലെടുത്തിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു ഇൻജക്റ്റഡ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് നമ്മുടെ റീഡിങ്ങിലൂടെ, നമ്മുടെ വാട്ട് വി കോൾ നമ്മുടെ ഒബ്സർവേഷനിലൂടെ, നമ്മുടെ ഫോക്കസിലൂടെ നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ ക്വാളിറ്റി. ലവ് വേർഡ്സ്, സീക്ക് വേർഡ്സ് ആൻഡ് സ്റ്റോർ വേർഡ്സ്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് കാര്യം എന്നുള്ളത് നമുക്കറിയാം, എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് റീഡിങ് കൊണ്ടുപോകേണ്ടത്? നമുക്കറിയാം 2 രൂപത്തിലാണ് നമ്മൾ വായിക്കേണ്ടത്. 2 types of reading is there. നമ്മളൊന്ന് പറയും ഹൃദയം കൊണ്ട് വായിക്കുക എന്ന് പറയും. ഓക്കെ, ഹൃദയം കൊണ്ട് വായിക്കുക. മറ്റൊരു നമ്മുടെ ബുദ്ധി കൊണ്ട് വായിക്കാം. അപ്പോ നമുക്ക് സാധാരണ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവാൻ ഹൃദയം കൊണ്ട് വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും ഒരു ഇമോഷണൽ സെറ്റ് ബാക്ക്, നമുക്ക് വല്ലാത്തൊരു പ്രശ്നം ലൈഫിൽ സംഭവിച്ചു, ഡിപ്രഷൻ അടിച്ചു, സീ ദാറ്റ്. അപ്പൊ അതിനെ കോൺകർ ചെയ്യാൻ പറ്റുന്ന ധാരാളം ബുക്സ് ഉണ്ട്. ദീസ് ഡേയ്സ് യു നോ, ഈ ഒരു ലാസ്റ്റ് 10 years ഒരുപാട് ബുക്സ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താം, എങ്ങനെയാണ് നമുക്ക്
ഹൗ ക്യാൻ വി ഓവർകം ദ ഇമോഷണൽ ക്രൈസിസ്. ഓക്കെ, നമുക്ക് എങ്ങനെ ഈ ഇമോഷണൽ ക്രൈസിസിനെ മറികടക്കാം. ഓക്കെ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ഓവർകം ഡിപ്രഷൻ. നമ്മുടെ ഡിപ്രഷൻ, നമ്മളെ മനസ്സിനാകെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള ബുക്സ് വായിച്ചാൽ നമ്മൾ ആ ബുക്ക് വായിക്കേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് നമുക്ക് അയക്കുന്ന ഒരു വളരെ ഇന്റിമേറ്റ് ഫ്രണ്ട് നമുക്ക് അയക്കുന്ന ഒരു മെസ്സേജ്, സീ ദാറ്റ്. ഓക്കെ, ഒരു 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 നമ്മളെന്തെങ്കിലും പ്രശ്നത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് അയക്കുന്ന ഒരു മെസ്സേജ് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ മാത്രമല്ല, ഇനി വേറെ റീഡിംഗ് ആണ് നമ്മൾ പറഞ്ഞ പോലെ ഈ ബുദ്ധി കൊണ്ട് വായിക്കുക എന്നുള്ളത്. ഇപ്പൊ ബുദ്ധി കൊണ്ട് വായിക്കുക എന്ന് പറയുമ്പോൾ സയൻസ് നമ്മൾ ബുദ്ധി കൊണ്ടാണ്, എല്ലാം നമ്മൾ ബുദ്ധി കൊണ്ടാണ് വായിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, വായിക്കുമ്പോൾ നമ്മൾ അത് എടുക്കേണ്ട രൂപം എന്ന് പറയുന്നത്, ഒന്ന് ഹൃദയം കൊണ്ട് നമ്മൾ വാക്കുകൾ ഏറ്റെടുക്കണം, ഒന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് നമ്മൾ ഏറ്റെടുക്കണം. ഓക്കെ, നമ്മളിപ്പോ ഒരു സയൻസ് ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമ്മളത് ബുദ്ധി കൊണ്ടാണ് വായിക്കേണ്ടത്. നമ്മൾ മാത്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അത് ബുദ്ധി കൊണ്ടാണ് വായിക്കേണ്ടത്. ഫിസിക്സ് ആണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അത് ബുദ്ധി കൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ബുദ്ധി കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് ഒരു ഇമോഷണൽ ലെറ്റർ, ഒരു ഇമോഷണൽ മെസ്സേജ്, ഒരു നോവൽ, ഒരു സ്റ്റോറി, ഒരു പോയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമ്മൾ വായിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഹൃദയം കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫിയർ ഉണ്ടല്ലോ. ഓക്കെ, വാക്കുകൾക്ക് ജീവനുണ്ട് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ ഫ്രണ്ട് നമുക്ക് വാട്ട് വി കോൾ ഒരു ഗിഫ്റ്റ് അയച്ചിട്ട് ആ ഗിഫ്റ്റിന് കൂടെ ലെറ്റർ അയച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അത് വായിക്കുമ്പോൾ ആ വാക്കുകൾക്ക് ആ ഫ്രണ്ടാണ് ഈ വാട്ട് വി കോൾ ഈ ഒരു കാർഡിലൂടെ അവൻ എഴുതിയ കുറിപ്പിലൂടെ ആ ഫ്രണ്ട് നമ്മളോട് സംസാരിക്കുന്ന പോലെ നമ്മൾക്ക് അനുഭവപ്പെടും. സീ ദാറ്റ്, ബിക്കോസ് വി ആർ ഓപ്പണിംഗ് അവർ ഹാർട്ട് ആൻഡ് വി ആർ റീഡിങ് ദാറ്റ്. നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നുകൊണ്ടാണ് നമ്മളത് വായിക്കുന്നത്. ഓക്കെ, സോ ഹൃദയം കൊണ്ടുള്ള റീഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ മെയിൻ സോഴ്സ് ഓഫ് യുവർ ഹാപ്പിനെസ്. ലൈഫിൽ നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയം കൊണ്ട് വായിക്കുക എന്നുള്ളത്. ഓക്കെ, എനിവേ ഫൈൻ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു നോവൽ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദ നെയിം ഓഫ് ദാറ്റ് നോവൽ വാസ് ഫെയർവെൽ ടു ആംസ്. ഓക്കെ, ഫെയർവെൽ ടു ആംസ് എന്ന് പറയുന്ന ഏർണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ ഒരു നോവലായിരുന്നു അത്. ആ നോവലിൽ ഒരു പട്ടാളക്കാരനും അതുപോലെ തന്നെ ഒരു നേഴ്സും അവർ തമ്മിൽ പ്രണയത്തിലാവുന്നതാണ് അതിന്റെ കഥ. ഓക്കെ, പിന്നെ മരണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റൊക്കെ നമ്മളത് വായിക്കുമ്പോൾ അതല്ലെങ്കിൽ ആ സ്റ്റോറി അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ജസ്റ്റ് സ്റ്റോറി ആയിട്ടാണ് മനസ്സിലാവുക. പക്ഷെ പിന്നെ അത് വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് നോവൽ വിൽ ഇൻഫ്ലുവൻസ് അസ്. നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഇറ്റ് വാസ് എൻ ഇമോഷണൽ നോവൽ. ഓക്കെ, വൈൽ ഐ റെഡ് ദാറ്റ്, ഞാനത് വായിച്ച സമയത്ത് അതൊരു ഇമോഷണൽ നോവലായിട്ടാണ് പിന്നെ തോന്നിയത്. ബിക്കോസ് സച്ച് an intense സ്റ്റോറി, ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ what we call many emotions are loaded in that story. ഒരുപാട് ഇമോഷൻസ് അതിൽ ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ആ പുസ്തകത്തെ വായിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. സീ ദാറ്റ്. അപ്പോൾ ഈ ഒരു റീഡിങ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, റീഡിങ് ത്രൂ ആ ഹാർട്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ വായിക്കുന്ന റീഡിംഗ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ സോഴ്സ് ഓഫ് യുവർ ഹാപ്പിനെസ്. നമ്മുടെ ലൈഫിന്റെ ഹാപ്പിനെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ആ റീഡിംഗ് മാറും എന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം there are two types of reading. എന്തൊക്കെയാണ് നമ്മൾ വായിക്കുമ്പോൾ? രണ്ട് രൂപത്തിലുള്ള വായന എന്താണ്? ഫസ്റ്റ് റീഡിംഗ് ഇസ് superficial reading and the second reading is meaning oriented deep reading. Okay, first one is superficial reading and the second one is meaning oriented deep reading. Okay, ഞാൻ ഒന്നുകൂടി പറയാം. First reading is superficial reading and the second reading is meaning oriented deep reading. Okay, എന്താണ് സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസ് ലെവലിൽ മാത്രം നിൽക്കുന്നൊരു വായന. ഓക്കെ, ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞാൽ, ഒരു എക്സാമിന് തീരെ പഠിക്കാത്തൊരു കുട്ടി, സീ ദാറ്റ്, തീരെ പഠിക്കാത്തൊരു കുട്ടി 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാലും വായിച്ച് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഫുൾ പഠിക്കാൻ പറ്റില്ല.
അപ്പൊ എക്സാമിന്റെ തലേ ദിവസം നടന്നൊരു വായന ഉണ്ട്. പെട്ടെന്ന് ഫസ്റ്റ് ചാപ്റ്റർ എന്താ, സെക്കൻഡ് ചാപ്റ്റർ എന്താ, അങ്ങനെ പെട്ടെന്ന് പഠിച്ചു പോകുന്ന ഒരു ചടവടെ സി ദാറ്റ് ഓക്കെ ഒരു റീഡിംഗ് ഉണ്ട്. അതിനാണ് നമ്മൾ സൂപ്പർഫിഷ്യൽ റീഡിംഗ് എന്ന് പറയാം. ഇനി മാത്രമല്ല, ചിലപ്പോ ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിൽ നമുക്കൊരു ആർട്ടിക്കിൾ കിട്ടി, അപ്പൊ നമുക്ക് ടൈം ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് വായിക്കണം, അപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് വിൽ ഗെറ്റ് സം വാട്ട് വി കോൾ മിയർ ഐഡിയാസ് അബൌട്ട് ദാറ്റ്. ഒരു കുറച്ച് ഐഡിയ മാത്രമേ നമുക്ക് അതിന് കിട്ടുള്ളൂ. ആ മിയർ ഐഡിയ നമുക്ക് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, പലപ്പോഴും ആളുകളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ റീഡേഴ്സ് ആർ സൂപ്പർഫിഷ്യൽ റീഡേഴ്സ്. ഓക്കെ, സൂപ്പർഫിഷ്യലി വായിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ പാടില്ല. സെക്കൻഡ് റീഡിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് മീനിങ് ഓറിയന്റഡ് ഡീപ്പ് റീഡിംഗ്. അർത്ഥം അറിഞ്ഞ്, ആശയം അറിഞ്ഞ്, വാക്കുകളെ കോൺകർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന റീഡിങ്ങിനാണ് മീനിങ് ഓറിയന്റഡ് ഡീപ്പ് റീഡിംഗ്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് റീഡിംഗ് മെയിൻലി. First one is superficial reading and the second one is meaning oriented deep reading. ഈ മീനിങ് ഓറിയന്റഡ് ഡീപ്പ് റീഡിംഗ് നടത്തുന്നവരാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുക. ഓക്കെ, അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു ടെക്സ്റ്റ് ഒരാൾ വായിക്കുന്നു, ഒരു നോവൽ, ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഓക്കെ, ഒരു നോവൽ ഒരാൾ വായിക്കുന്നു. ആ നോവൽ അയാൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീ ദാറ്റ് അയാളൊരു സൂപ്പർഫിഷ്യൽ റീഡർ ആണെങ്കിൽ എന്താണ് ചെയ്യാന്നറിയോ? ഒരു 2 days കൊണ്ട് വായിക്കേണ്ട നോവൽ അല്ലെങ്കിൽ 3 days കൊണ്ട് വായിക്കേണ്ട നോവൽ ഒരു 6 hours കൊണ്ട് വായിക്കും. 6 മണിക്കൂർ കൊണ്ട് വായിച്ചിട്ട് യെസ് ഐ കംപ്ലീറ്റഡ് റീഡിംഗ് ദിസ് നോവൽ. ഓക്കെ, ഫൈൻ. അപ്പൊ അയാൾ ഭയങ്കര ഹാപ്പിയായി, ഓ ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞു. ബട്ട് ഒരു മീനിങ് ഓറിയന്റഡ് ഡീപ്പ് റീഡിംഗ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു നോവൽ എടുക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിന്റെ സെറ്റിംഗ്, ആ പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, വാട്ട് ഇസ് ദ റിലവൻസി ഓഫ് ദ റൈറ്റർ, ഓക്കെ, റൈറ്റേഴ്സ് കോമെന്റ് അബൌട്ട് ദ നോവൽ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം വായിക്കും. ഓക്കെ, പിന്നെ ആ നോവലിലെ ഓരോ സെന്റൻസുകളും, ഓക്കെ, ഹി വിൽ ബി അനലൈസിങ് ദ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ദാറ്റ് നോവൽ. ആ നോവലിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്ന് പോലും നോക്കും. ഹി വിൽ ബി ഫോക്കസിങ് ഓൺ ദ വേർഡ്സ്, he will be focusing on the usages, he will be focusing on different nuances of the language. വാക്കുകളുടെ ഭാഷയുടെ വിവിധ രൂപങ്ങൾ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ആ നോവൽ വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ആ മീനിങ് ഓറിയന്റഡ് ഡീപ്പ് റീഡിംഗ് നടത്തിയ ആളിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ടാവും. ഒന്ന്, വേർഡ്സ് പഠിക്കാൻ പറ്റും. ഓക്കെ, he will be internalizing the words. He can easily what we call grab or cram the word from the novel. ആ വാക്കിൽ നിന്ന് ആ നോവലിൽ നിന്ന് പെട്ടെന്ന് വാക്കുകൾ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, he'll be thorough with the context of the word. ആ വേർഡിന്റെ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായി ഉണ്ടാവും. he'll be thorough with the spelling of the word. ആ വേർഡിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായി ഉണ്ടാവും. പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ആ നോവലിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, അതിൽ ക്യാരക്ടറിസ്റ്റിക് സ്കെച്ച് ഉണ്ടാവും, ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രൂപങ്ങൾ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാവാണ് ഈ മീനിങ് ഓറിയന്റഡ് ഡീപ്പ് റീഡിംഗ് നടത്തിയ ആളുകൾക്ക്. സോ ഐ റിക്വസ്റ്റ് മൈ സ്റ്റുഡൻസ് to read anything in its deeper sense. ഓക്കെ, അതിന്റെ ഏറ്റവും ഡീപ്പർ സെൻസ്, ഡെപ്തില്, ആഴത്തിൽ വായിക്കാനും ഒരു മീനിങ് ഓറിയന്റഡ് ഡീപ്പ് റീഡിംഗ് നടത്തുന്ന ആളായിട്ട് മാറാനുമാണ് എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ദർ ആർ 2 types of reading. First one is superficial reading and second one is meaning oriented deep reading. ഓക്കെ, ഫൈൻ. ഇനി അപ്പോ നമ്മൾ അങ്ങനെ വായിക്കുന്ന ആളുകളായിട്ട് മാറണം. ലെറ്റ് me give you some examples, some story of some voracious readers. നമ്മുടെ ചരിത്രത്തിൽ കടന്നുപോയ ഒരുപാട് റീഡേഴ്സ് ഉണ്ട്, വായനക്കാരുണ്ട്. എക്സാമ്പിൾ ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിന്റെ പ്രത്യേകത നമുക്കറിയാം, വെരി വൈബ്രന്റ് വാരിയർ ഇൻ ദ ഹിസ്റ്ററി. ചരിത്രത്തിൽ ഏറ്റവും വൈബ്രന്റ് ആയ ഒരു വാരിയർ ആയിട്ടാണ് ജൂലിയസ് സീസറെ നമ്മൾ കാണുന്നത്. ആൻഡ് ജൂലിയസ് സീസർ യുദ്ധമൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് ടെന്റിൽ താമസിക്കും. ടെന്റിൽ താമസിച്ച് തന്റെ സോൾജേഴ്സ് ഒക്കെ ഉറങ്ങുന്ന സമയത്തും ജൂലിയസ് സീസറിന്റെ ടെന്റിൽ ലൈറ്റ് ഉണ്ടാവും രാത്രിയിൽ. അപ്പൊ സോൾജേഴ്സ് നോക്കുമ്പോൾ ജൂലിയസ് സീസർ വായിക്കായിരിക്കും. ഓക്കെ, സീ ദാറ്റ് in between that busy schedule, in between that intricate atmosphere, in between such tensions, okay, ഒരുപാട് ടെൻഷനുള്ള, ഒരുപാട് what we call പ്രയാസമുള്ള യുദ്ധസമയങ്ങളിൽ പോലും ജൂലിയസ് സീസർ വാസ് റീഡിങ്. ജൂലിയസ് സീസർ വായിക്കുകയായിരുന്നു എന്നുള്ളതാണ് റീഡിങ്. അപ്പോൾ സീ ദാറ്റ് റീഡിങ് നൽകുന്ന എനർജി എത്രത്തോളമാണെന്നുള്ളത്.
ഓക്കെ, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഫ് യു അനലൈസ് ദ ഹിസ്റ്ററി ഓഫ് ബാഗ്ദാദ്, നമ്മൾ ബാഗ്ദാദിന്റെ ലൈഫ് അനലൈസ് ചെയ്ത് നോക്കൂ. ലോകത്ത് ഏറ്റവും വലിയ ലൈബ്രറി ഉള്ളത് ബാഗ്ദാദിലാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് വെസ്റ്റേണേഴ്സ് എന്ത് ചെയ്തു, അവിടെ പോയിട്ട് ബാഗ്ദാദിൽ പോയി അവര് ലൈബ്രറികളൊക്കെ മോഷ്ടിച്ചു. അങ്ങനെ പുസ്തകം അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. സീ ദാറ്റ്. അങ്ങനെ നമുക്ക് ഒരുപാട് ഹിസ്റ്ററി ലോകത്ത് വായിക്കാൻ പറ്റും. ഓക്കെ, ഈ പുസ്തകം അപഹരിച്ച, പുസ്തകം എന്താ പറയാ കൊണ്ടുപോയിട്ട് സ്വയം റിച്ചായ അല്ലെങ്കിൽ സ്വയം വളർന്ന ധാരാളം ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ എനിവേ റീഡിംഗ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിലൂടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഓക്കെ, സോ ബി ഗുഡ് റീഡേഴ്സ്. ഇനി ഞാൻ വേറൊരാളുടെ കഥ പറയാം. ഡോക്ടർ BR അംബേദ്കർ, യു നോ ദ പേഴ്സൺ ബിഹൈൻഡ് ദ പില്ലർ ബിഹൈൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ ഏറ്റവും ദ മാസ്റ്റർ മൈൻഡ് behind, the key person behind the construction of Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററി നമ്മൾ വായിച്ചു നോക്കൂ. അദ്ദേഹം പഠിക്കാൻ പോയത് ലണ്ടനിലാണ്. ഓക്കെ, ലണ്ടനിൽ പഠിക്കാൻ പോകുന്നു. ലണ്ടൻ മ്യൂസിയം, അവിടെ ലണ്ടനിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ലണ്ടൻ മ്യൂസിയം. ആ ലണ്ടൻ മ്യൂസിയത്തിലെ ഏകദേശം മുഴുവൻ പുസ്തകങ്ങളും വായിച്ച, അതിലൂടെ കടന്നുപോയ ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. എ ഗ്രേറ്റ് സ്കോളർ, യു നോ, സച്ച് എ ഗ്രേറ്റ് സ്കോളർ. കാരണം വൊറേഷ്യസ് റീഡറാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ജവഹർലാൽ നെഹ്റു, യു നോ, ജവഹർലാൽ നെഹ്റു, എ പേഴ്സൺ, യു നോ, ഹു എക്സ്ട്രാക്റ്റഡ് വെസ്റ്റേൺ നോളജും വെസ്റ്റേൺ കൾച്ചറും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ അരിച്ചെടുത്ത ആളായിരുന്നു. ഹി വാസ് എ പേഴ്സൺ ഹു വാസ് വെരി ഗുഡ് അറ്റ് ഇംഗ്ലീഷിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു വേൾഡ് ലീഡറാണ് സത്യത്തിൽ ജവഹർലാൽ നെഹ്റു. ആൻഡ് ഹി വാസ് എ വൊറേഷ്യസ് റീഡർ. ഓക്കെ, ഒരു ധാരാളമായിട്ട് വായിക്കുന്ന ഒരു റീഡറാണ്. അദ്ദേഹത്തിന്റെ ടേബിളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഡാഫഡിൽസിലെ ലൈൻസ് എഴുതി വെച്ചിരുന്നു എന്നാണ്. വുഡ്സ് ആർ ലവ്ലി, ചാക്ക് ആൻഡ് ഡീപ്, but I have promises to keep before I sleep എന്ന് പറയുന്ന മനോഹരമായ വാക്കുകൾ. ഓക്കെ, woods are lovely, dark and deep, but I have promises to keep before I sleep എന്ന് പറയുന്ന മനോഹരമായ വാക്കുകൾ എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ടേബിളിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, the lines which displays the theme of responsibility, the theme of commitment. Anyway, അപ്പൊ അങ്ങനെ ധാരാളം ആളുകളുണ്ട്. നമ്മൾ വേൾഡ് ലീഡേഴ്സിനെ അനലൈസ് ചെയ്താൽ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന വാട്ട് വി കോൾ പുസ്തകത്തോട് വളരെയധികം കമ്മിറ്റഡ് ആയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ പുസ്തകം വായിക്കുന്നതോട് കൂടിയിട്ട് ഡെഫിനറ്റ്ലി വേർഡ്സ് വിൽ എനർജൈസ് അസ്. ഇറ്റ് വിൽ എനർജൈസ് അസ്. നമ്മളത് എനർജൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് വിൽ മാക്സിമൈസ് അവർ പൊട്ടൻഷ്യൽ. നമ്മുടെ പൊട്ടൻഷ്യലിനെ അത് മാക്സിമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സീ ദാറ്റ്. നമ്മളെന്താണ്, നമ്മുടെ ഉള്ളിലെ കരുത്ത് എന്താണ്, നമ്മുടെ ഉള്ളിലെ പവർ എന്താണ്, നമ്മുടെ ഉള്ളിലെ ഏറ്റവും നല്ല സ്കിൽ എന്താണ്, അതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മാത്രമല്ല, റീഡിങ്ങിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ഇഗ്നൈറ്റ് അവർ പാഷൻ. It will definitely ignite our passion. നമ്മുടെ പാഷനെ അത് ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ്, ആസ്പെക്ട്സ് ഓഫ് റീഡിംഗ്. ഓക്കെ, ഫൈൻ. ഇനി അപ്പൊ അത് മാത്രമല്ല, അപ്പോ നമ്മൾ പറഞ്ഞു സൂപ്പർഫിഷ്യൽ റീഡിംഗ്, അതുപോലെ തന്നെ മീനിങ് ഓറിയന്റഡ് ഡീപ്പ് റീഡിംഗ്. വേൾഡ് ലീഡേഴ്സ് ആർ ഗുഡ് റീഡേഴ്സ്, അല്ലെ? ലോകത്തുള്ള അറിയപ്പെടുന്ന റീഡർ, വായനക്കാരെല്ലാം അവരാണ് പിന്നീട് ഏറ്റവും നല്ല ലീഡേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. എനിവേ, ഓക്കെ, ഇനി റീഡിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് റീഡിംഗ് എന്താണ്? ഇപ്പൊ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് റീഡിംഗ്? Tell me something about reading. Okay, what is your view on reading? Okay, എന്നൊരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആൻസർ പറയേണ്ടത്? നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്ത് ആൻസർ ആയിരിക്കും? എന്താണ് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് റീഡിംഗ്? ഓക്കെ, ഇപ്പോ അതിന് ഏറ്റവും ഒരു പെർഫെക്റ്റ് ഉദാഹരണം പറയാം. ഇപ്പൊ നോളജ് നമ്മൾ പറയാറുണ്ട്. നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവ് എന്ന് പറയും. നോളജിന്റെ ഓപ്പോസിറ്റ് ആണ് ഇഗ്നോറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈറ്റ് ആണോ വേണ്ടത്, ഡാർക്ക്നെസ് ആണോ വേണ്ടത്? സീ ദാറ്റ്, അല്ലെ? വെളിച്ചമാണോ നമുക്ക് വേണ്ടത്, അതല്ല ഇരുട്ടാണോ നമുക്ക് വേണ്ടത്? നമ്മൾ അസതോമ സദ്ഗമയ ഭൃത്യോമ അമൃതം ഗമയ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഓക്കെ, അപ്പോ ലൈറ്റ് വേണം, അതല്ല ഡാർക്ക്നെസ് വേണം. ഓക്കെ, അപ്പോ ഈ ഡാർക്ക്നെസ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക?
ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇഫ് യു അനലൈസ് ദ ഹിസ്റ്ററി ഓഫ് ഹിറ്റ്ലർ, നമ്മൾ ഹിറ്റ്ലറിന്റെ ലൈഫ് അനലൈസ് ചെയ്ത് നോക്കൂ. ഹിറ്റ്ലർ തന്റെ പട്ടാളത്തോട് കൊടുത്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ പോവാണെങ്കിലും നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു കോൺകർ എ പ്ലേസ്, ഇഫ് യു വാണ്ട് ടു കോൺകർ എ നേഷൻ, if you want to conquer a province, if you want to conquer what we call a very strengthened society, ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു സൊസൈറ്റിയെ നിങ്ങൾക്ക് കോൺകർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഡിസ്ട്രോയ് the knowledge space, destroy books, destroy the libraries, kill the scholars, okay, eradicate and wipe out such what we call eradicate and wipe out the educational what we call educational setups, okay, എല്ലാ കാര്യങ്ങളെയും ഇല്ലാതെയാക്കുക. അതായത് വാക്കുകളെ ഇല്ലാതെയാക്കുക, ലൈബ്രറികൾ തീയിട്ട് കരിച്ചു കളയുക, സ്കോളേഴ്സിനെ കൊന്നുകളയുക, അതുപോലെ തന്നെ what we call എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാതെയാക്കുക. അങ്ങനെ ഇല്ലാതെയാക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? യു ക്യാൻ വിറ്റ്നസ് എ സ്റ്റേറ്റ് ഓഫ് അനാർക്കി. അരാജകത്വം ഉണ്ടാവും. അരാജകത്വം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെറ്റപ്പ് ഇല്ലാതെയാവും. ഇപ്പൊ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്, നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത്, അവിടെ റിലിജിയൻ ഉണ്ട്, അവിടെ സ്കൂളുണ്ട്, അവിടെ ലൈബ്രറി ഉണ്ട്, അവിടെ പൊളിറ്റിക്സ് ഉണ്ട്, അവിടെ കുറച്ചെങ്കിലും വായിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു സോഷ്യൽ ബാലൻസ് ഉണ്ടാകുന്നത്. ഈ സോഷ്യൽ ബാലൻസിനെ ഇല്ലാതെയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോളജ് സ്പേസ് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, destroying every what we call every area of knowledge, അല്ലേ? ഈ ഏരിയ ഓഫ് നോളജ് കംപ്ലീറ്റ് ഇല്ലാതെയാക്കുക. അത് സ്പിരിച്വൽ നോളജും ആവാം, അതുപോലെ തന്നെ വാട്ട് വി കോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള നോളജും ആവാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ വേർഡ്ലി ആയിട്ടുള്ള നോളജും ഒക്കെ ആവാം. അതിന് കംപ്ലീറ്റ് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ അനാർക്കിക് ലൈഫാകും എന്ന് ഹിറ്റ്ലർ പണ്ട് കണ്ടിരുന്നു. സീ ദാറ്റ്? ഓക്കെ, എനിവേ, അപ്പോൾ നല്ല വായനക്കാരായിട്ട് മാറുക. റീഡിങ് എന്ന് പറയുന്നത് അത്രയേറെ മനുഷ്യനെ സ്വാധീനിക്കുന്ന പ്രോസസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, എനിവേ, ഇനി നിങ്ങളോട് ഒരാൾ ചോദിക്കണം, വാട്ട് ഇസ് റീഡിങ്? എന്താണ് റീഡിങ് എന്നൊരാൾ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാട്ട് വി കോൾ ഇമ്പോർട്ടൻറ്റ് ആൻസർ എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ദ what we call, it should be the foundational ingredient of our life. Okay, note ചെയ്യട്ടോ, please note it down. റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷണൽ ഇൻഗ്രീഡിയന്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഇൻഗ്രീഡിയന്റ് ആണ്. ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതിൽ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, നമ്മുടെ ജീവിതത്തെ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് എന്ത്? റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റീഡിംഗ് ഷുഡ് ബി ദ ഫൗണ്ടേഷണൽ ഇൻഗ്രീഡിയന്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഫൗണ്ടേഷണലായ അടിസ്ഥാനപരമായിട്ടുള്ള എലമെന്റ് ആണ് റീഡിംഗ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഓക്കെ, എനിവേ, ദെൻ പിന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷണൽ ഇൻഗ്രീഡിയന്റ് ഓഫ് അവർ ബിലീഫ്. നമ്മുടെ ബോധങ്ങൾ, നമുക്കറിയാം, നമുക്ക് ഓരോ നിലപാടുകളുണ്ട്, നമുക്ക് ഓരോ ബോധങ്ങളുണ്ട്, നമുക്ക് ഓരോ സ്റ്റാൻഡ് ഉണ്ട് ഓരോ വിഷയത്തിലും, അല്ലെ? അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, അല്ലെ? നമ്മൾ ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ത്രൂ അവർ റീഡിംഗ് ആണ്. നമ്മുടെ റീഡിംഗിലൂടെയാണ് നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് എത്തിയത്. ഓക്കെ, സോ റീഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷണൽ വാട്ട് വി കോൾ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണ് നമുക്ക് റീഡിംഗ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, a person who is ignorant about the fundamental factors of life will definitely plunge into the world of definitely plunge into the world of ignorance. ലൈഫിനെ കുറിച്ചുള്ള കൃത്യമായ പഠനവും ധാരണയും ഇല്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ എന്ത് ചെയ്യും? പരാജയപ്പെടും. ഓക്കെ, ഒരു chaotic ലൈഫ് നയിക്കേണ്ടി വരും. ഓക്കെ, സോ റീഡിംഗ്, അനലൈസിങ്, പ്രോബിംഗ്, വാട്ട് വി കോൾ ഫോക്കസിങ്, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ വിജയിക്കുക. ഒന്നുകൂടി പറയാം, റീഡിംഗ്, അനലൈസിങ്, പ്രോബിംഗ്, ഫോക്കസിങ്. വായിക്കുക, അനലൈസിങ് വിലയിരുത്തുക, പ്രോബിംഗ് അന്വേഷണം നടത്തുക, ഓക്കെ, ഫോക്കസിങ് കൃത്യമായിട്ടുള്ള ഫോക്കസ് ഉണ്ടാവുക, കാര്യങ്ങളെ കൃത്യമായി നോക്കിക്കാണാം. അതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരാൾ ലൈഫിൽ സക്സസിൽ എത്തുന്നത്. ഓക്കെ, എനിവേ, സോ റീഡിംഗ് ഷുഡ് ബി ദ ഫണ്ടമെന്റൽ ഫൗണ്ടേഷണൽ സ്റ്റോൺ ഓഫ് അവർ ലൈഫ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഇൻഗ്രീഡിയന്റ് ഓർ ഫൗണ്ടേഷണൽ ഇൻഗ്രീഡിയന്റ് ഓഫ് അവർ ലൈഫ്. ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഇലമെന്റ് ആണ് റീഡിംഗ് എന്ന്
നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇനി നമുക്കറിയാം റീഡിങ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും റീഡിങ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി റീഡിങ് ഇസ് ഇൻഫ്ലുവൻസിങ് അസ്. ഓക്കെ, നമ്മുടെ ജീവിതത്തെ റീഡിങ് കോൺഷ്യസ്ലി അതല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഡിങ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റീഡിങ് ഒരുപാട് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി അയാൾക്ക് ഭയങ്കര വലിയൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഓക്കെ, കുറച്ചും കൂടി വിശാലമായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും, വിശാലമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും. ഓക്കെ, what we call he'll be interacting with many people. ഒരുപാട് ആളുകളോട് ഇന്ററാക്ഷൻ നടത്തുന്നുണ്ടാവും. he will be extracting messages, he will be extracting informations, he will be extracting the thoughts and ideas of others. മറ്റുള്ള ആളുകളുടെ തോട്ട്സും ഐഡിയാസും ഒക്കെ വായിക്കാനും പഠിക്കാനും ഒരു പോസിറ്റീവ് സെൻസിൽ അത് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല റീഡർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ മാത്രമല്ല എ വൊറേഷ്യസ് റീഡർ ഇസ് എ ഡേഞ്ചറസ് ക്രീച്ചർ എന്നാണ് പറയാ. നന്നായിട്ട് വായിക്കുന്ന ഒരാൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ബിക്കോസ് എല്ലാവരും വിചാരിക്കുക കുറച്ച് അറിവ് കൊണ്ടൊക്കെ ലോകത്ത് പിടിച്ചു നിൽക്കാം, കുറച്ച് അറിവുണ്ടായാൽ മാത്രം മതി, അപ്പൊ നമുക്ക് ലോകത്ത് പിടിച്ചു നിൽക്കാം. ഓ യെസ്, ദാറ്റ് ഇസ് ഇനഫ്. പക്ഷെ നന്നായിട്ട് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ആ സൊസൈറ്റി എന്ത് സംഭവിക്കും? they will be forced to read, they will be forced to learn, they will be forced to analyze books. Okay, they will be forced to read many things in their life. നമ്മുടെ കൂടെ നന്നായിട്ട് വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ കൂടെ നിൽക്കണമെങ്കിൽ, ഓക്കെ, അയാളുടെ കൂടെ പാരലലി നിൽക്കണമെങ്കിൽ നമ്മളും അയാളെ പോലെ വായിക്കുന്ന ആളാവണം. ഓക്കെ, അപ്പോ നമ്മുടെ സൊസൈറ്റിയെ നിലനിർത്തുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് റീഡിംഗ് ആണ്. വായിക്കുന്ന ഒരു സമൂഹം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മീഡിയ അനലൈസ് ചെയ്താൽ, നമ്മൾ പൊളിറ്റിക്സ് അനലൈസ് ചെയ്താൽ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ what we call ബാക്കിയുള്ള സിസ്റ്റംസ് ഓഫ് എ സൊസൈറ്റിയിൽ റൺ ചെയ്യുന്ന സിസ്റ്റംസും ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാവും അതിന്റെ ഒക്കെ പിന്നിൽ there are some very fine intellectuals അല്ലെ അതിന്റെ പിന്നിലൊക്കെ ഏറ്റവും നല്ല ഇന്റലക്ച്വൽസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഓക്കെ, ഒരുപാട് വൊറേഷ്യസ് ആയിട്ടുള്ള റീഡർമാര്, ധാരാളമായിട്ട് വായിക്കുന്ന ആളുകളൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടും. ഓക്കെ, ഫൈൻ, യെസ്. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, അപ്പൊ റീഡിംഗ് നമ്മളെ കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി റീഡിംഗ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് റീഡിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മസ്റ്റ് ഫോർ എ ക്വാളിറ്റി ലൈഫ്. ഇറ്റ് ഈസ് എ മസ്റ്റ് ഫോർ എ ക്വാളിറ്റി ലൈഫ്. ഒരു നല്ല ജീവിതത്തിന് റീഡിംഗ് അനിവാര്യമാണ്. സീ ദാറ്റ് ദീസ് ഡേയ്സ് നമ്മളൊക്കെ നമ്മൾ ഗുഡ് റീഡേഴ്സ് ആണ്. കാരണം നമ്മൾ വി ആർ ബ്രൗസിംഗ് ദ സോഷ്യൽ മീഡിയ, വി ആർ റീഡിംഗ് ആർട്ടിക്കിൾസ് ത്രൂ ഗൂഗിൾ. നമ്മൾ ഗൂഗിളിലൂടെ ആർട്ടിക്കിൾസ് വായിക്കുന്നു. വി ആർ വെരി ആക്റ്റീവ്. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ആർ വെരി ആക്റ്റീവ് ഇൻ ദ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണ്. സോ ദേ ആർ വാച്ചിങ് ന്യൂ പ്ലേസസ്, ദേ ആർ വാച്ചിങ് ഓർ ദേ ആർ വിറ്റ്നസിങ് ന്യൂ ഐഡിയാസ്, ന്യൂ തോട്ട്സ്, ന്യൂ പേഴ്സൺസ്, ന്യൂ ഈവൻസ്. ഇതൊക്കെ വിറ്റ്നസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫണ്ടമെന്റലി ഒരു നല്ല റീഡറാണ് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ നല്ല റീഡർ ആയിരിക്കുമ്പോൾ തന്നെ ആ റീഡിംഗ് നമ്മളെ എന്ത് ചെയ്യണം, സ്വാധീനിക്കണം. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് നമ്മളെ എനർജൈസ് ചെയ്യണം. ഇറ്റ് ഷുഡ് മാക്സിമൈസ് അവർ പൊട്ടൻഷ്യൽ, ഇറ്റ് ഷുഡ് മാക്സിമൈസ് അവർ തോട്ട് പ്രോസസ്, ഇറ്റ് ഷുഡ് മാക്സിമൈസ് അവർ സ്കിൽസ്. നമ്മുടെ സ്കില്ലുകളും നമ്മുടെ തോട്ട് പ്രോസസ്സിനൊക്കെ ഏറ്റവും ഉയർന്ന രീതിയിൽ എത്തിക്കാനുള്ള ഒരു എനർജൈസിങ് ആയിട്ടുള്ള ഈവന്റ് ആയിട്ട് റീഡിംഗ് നമുക്ക് മാറ്റാൻ പറ്റണം. ഓക്കെ, അപ്പോഴാണ് റീഡിംഗ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, എനിവേ, ഇനി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാവുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അയാളുടെ നല്ല ഒരു എന്താ പറയാ നല്ല ഒരു ഓർഡർ ഉണ്ടാവും. ലൈഫിന് ഓർഡർ ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ അയാൾക്കൊരു വ്യൂ ഉണ്ടാവും. ഓക്കെ, നന്നായിട്ട് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വ്യൂ ഉണ്ടാവും. മാത്രമല്ല ഹി ക്യാൻ ഇന്റർപ്രറ്റ് ദ തിങ്സ് പോസിറ്റീവ്ലി. ഓരോ കാര്യത്തെയും നല്ല രീതിയിൽ വ്യാഖ്യാനിക്കാനും നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു മനസ്സുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യത്തെയും ഏറ്റവും അതിന്റെ പോസിറ്റീവായ സെൻസിൽ അനലൈസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു നല്ല റീഡർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ റീഡിംഗ് നമ്മളെ എന്ത് ചെയ്യും, നമ്മുടെ മാനസികമായ റീഡിംഗ് നമ്മളെ ഉയർത്തും. നമ്മളെ ഏറ്റവും വാട്ട് വി കോൾ നല്ല ഒരു ഹ്യൂമൻ ബീങ് ആക്കിയിട്ട് റീഡിംഗ് മാറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. റീഡിംഗ് ഈസ് എ മസ്റ്റ് ഫോർ എ ക്വാളിറ്റി ലൈഫ്. ഒരു നല്ല ജീവിതത്തിന് റീഡിംഗ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
റീഡിംഗ് ഇസ് എ മസ്റ്റ് ഫോർ എ ക്വാളിറ്റി ലൈഫ്. ദെൻ ഇനി മാത്രമല്ല റീഡിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത, റീഡിംഗ് ഇസ് പ്ലേയിങ് എ വൈറ്റൽ റോൾ ഇൻ അവർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുമ്പോൾ റീഡിംഗ്, നമ്മൾ നല്ല റീഡേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ റീഡിങ്ങിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, സോ റീഡിംഗ് ഇസ് പ്ലേയിങ് എ വൈറ്റൽ റോൾ ഇൻ അവർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല റീഡേഴ്സ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാട്ട് വി കോൾ ഒരു പോസിറ്റീവ് ലൈഫിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ റീഡിംഗ് അനിവാര്യമാണ്. ഡെഫിനറ്റ്ലി ദാറ്റ് റീഡിംഗ് വിൽ ഇൻഫ്ലുവൻസ് അവർ വാട്ട് വി കോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ റീഡിംഗ് നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇനി ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ സം ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്. നമ്മൾ ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ചില ഫാക്ടേഴ്സ് നോക്കുകയാണ്. നന്നായി വായിക്കുന്ന ഒരാൾക്ക് ഹിൽ ബി അവേ ഫ്രം ദ നെഗറ്റിവിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിൽ നമുക്കറിയാം ലൈഫ് പലപ്പോഴും പോസിറ്റീവാണ്, പലപ്പോഴും നെഗറ്റീവാണ്. ഇറ്റ്സ് ലൈക്ക് എ വേവ്. സി ദാറ്റ്? ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു വേവ് പോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. അതിൽ നെഗറ്റിവിറ്റി വരാം, പോസിറ്റിവിറ്റി വരാം, അതല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരാം. ഓക്കെ, നമ്മൾ സുഖദുഃഖം അല്ലെ, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെയാണ് നമുക്ക് ലൈഫിൽ കയറ്റിറക്കങ്ങൾ സംഭവിക്കാം.